ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്കാലപ്പിൽ നെക്കിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 മീറ്ററിൻ്റെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിന് ചേരുന്ന ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ മെയിൻ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. ബാക്ക് പാർട്ടിന് നമ്മളിവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 45 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 47 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ബാക്ക് പാർട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബാക്ക് പാർട്ട് എ ലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എക്സൽ സൈസിലുള്ള അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇവിടെ എനിക്ക് വരുന്നത് 6.25 ഇഞ്ചാണ്. അത് തന്നെ നമ്മൾ വീണ്ടും താഴേക്ക് 6.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി മുകളിൽ ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ ഇവിടെ വരുന്നത് 7 ഇഞ്ചാണ്. അത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. നമുക്കിനി ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ വരുന്നത് 40 ഇഞ്ചാണ്. 40 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത്ത് 15 ഇഞ്ചാണ്. ഇനി ആ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഇവിടെ 9 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ 2 പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ യോജിപ്പിച്ച ആ പോയിന്റിൽ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ച് ആ സൈഡ് വശത്തേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴത്തെ ഭാഗത്തു നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സൈഡ് വശത്തേക്ക് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ ക്യാൻവാസ് വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ 3.25 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ആ കോർണറിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൽ തന്നെ ഞാൻ ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ലൈൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആം ഹോളും നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേ മാർക്കിങ്ങിലൂടെ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ യോക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വീതിയുടെ ഭാഗത്തേക്ക് ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. യോക്കിന് ഞാനിവിടെ ലെങ്ത്ത് എടുത്തത് 12 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 13 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ലെങ്ത്ത് എടുക്കണ്ട, കുറച്ച് ലെങ്ത്ത് എടുത്താൽ മതി, ഒരു 10 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഇനി നമ്മളിതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ അളവിൽ നമ്മളിനി മാർക്ക് ചെയ്തെടുക്കുക. ആ ലൈൻ വരച്ച ഭാഗം വരെ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആ മുകളിലുള്ള പീസിൽ ഇതുപോലെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം ആ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം നമ്മളിതുപോലെ താഴത്തെ പീസിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മുകൾ ഭാഗം മാറ്റിയിടാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് യോക്കിന് താഴത്തെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഞാൻ ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ വീതിയുടെ ഭാഗത്തേക്ക് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ യോക്കിന് നമ്മളിവിടെ ലെങ്ത്ത് എടുത്തത് 12 ഇഞ്ചാണ്. അപ്പോൾ ഈ കുർത്തിയുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ്. അപ്പോൾ 45 നിന്നും 12 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 33 ഇഞ്ചാണ് താഴത്തെ സ്കേർട്ട് പാർട്ടിന് വരുന്നത്. 33 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 35 ഇഞ്ചിൽ ഞാൻ ഈ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ആ യോക്കിൻ്റെ ഭാഗത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ഭാഗം വരെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് വരും. ഇനി ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ക്ലോത്ത് ഞാൻ ഇവിടെ 2ആക്കി മടക്കിയിട്ടു. വീണ്ടും ഇത് 4ആക്കിയിട്ടാണ് ഞാൻ മടക്കിയിട്ടത്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് വശവും ഫോൾഡഡ് ആണ്. നമ്മളിവിടെ പഫ് സ്ലീവാണ് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് ആ സൈഡിൽ നിന്നും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മളിനി മാർക്ക് ചെയ്ത ലൈൻ്റെ തൊട്ട് ഇപ്പുറത്തെ വശത്തു നിന്നാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 13 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി ഒരു 14.5 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിലാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ച്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നാണ് നമ്മൾ ആം ഹോൾ ഷേപ്പ് ഇവിടെ വരുന്നത് 3.5 ഇഞ്ച്. ഇനി നമ്മൾ ഈ ലൈനിൽ നിന്നും ഇതുപോലെ ആം ഹോൾ ഷേപ്പിലേക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. കൈമുട്ട് വരെയുള്ള സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ 2 പോയിന്റ്സും ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം പഫിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ടേപ്പിൽ നമ്മൾ ആ ലൈൻ വരച്ച ഭാഗത്തു നിന്ന് ഇതുപോലെ ടേപ്പ് വളച്ചു വെച്ച് നമ്മളൊരു 5 ഇഞ്ച് വരെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നും ആ 5 ഇഞ്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ പഫ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഫ് വരുന്ന ഭാഗത്തും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ആ ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ ചുരിദാറിന് മടക്കിയിടുന്ന പോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡ്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തിനേക്കാളും ലൈനിങ് ക്ലോത്തിന് ഞാനിവിടെ ലെങ്ത് കുറച്ചിട്ടാണ് നമ്മളിവിടെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കുന്നു. ഇനി ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചിലാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. സാധാരണ ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കാറ്. അത് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. താഴേക്ക് ഞാൻ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് കൂടുതലൊന്നുമല്ല, 7 ഇഞ്ചൊക്കെ നമ്മൾ ഈ സ്കാലപ്പ് നെക്കിൽ എടുക്കുന്നത്. ഇനി നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 7 ഇഞ്ചിലേക്ക് നമ്മളിതുപോലെ ചെരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളിവിടെ ലൈൻ വരച്ചു കൊടുത്തു. അപ്പം ഞാൻ ക്യാൻവാസിൽ ഇവിടെ പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കാലപ്പ് ചെയ്യാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഉൾസൈഡിലേക്ക് വരുന്ന രീതിയിലാണ് സ്കാലപ്പ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉൾസൈഡിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്പ് ഇതുപോലെ ഞാൻ സെൻറ്റർ ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ആ 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തത് ആ കറക്റ്റ് എല്ലാം ഒരേ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ലൈനിൻ്റെ ഉൾസൈഡിലാണ് ക്യാപ്പ് വെച്ച് നമ്മൾ ആ ഡിസൈൻ മാർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ലൈനിൻ്റെ തൊട്ട് ഇപ്പുറത്ത്, അതായത് പുറത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ക്യാപ്പിൽ മാർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി വിരിഞ്ഞ ഒരു നെക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സൈഡ് വശത്ത് നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ നെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഒരു ലൈൻ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മളവിടെ പിൻ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി നെക്ക് കട്ട് ചെയ്യുക. നെക്ക് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഓരോ ഭാഗവും ഇതുപോലെ പിടിച്ച് സാവധാനം നമ്മൾ കട്ട് ചെയ്താലാണ് ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ പിൻ കുത്തിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഈ ബോട്ടിൽ ക്യാപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു നെക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി വലുപ്പമുള്ളൊരു എന്തെങ്കിലും എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ നെക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ സെൻറ്റർ ഭാഗവും താഴത്തെ സെൻറ്റർ ഭാഗവും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ യോക്കിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടത് മാർക്ക് ചെയ്തത്. അത് നമ്മളിവിടെ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ അറ്റത്തുനിന്ന് ആ സ്കേർട്ട് താഴത്തെ ഭാഗത്തിൻ്റെ അറ്റം ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ താഴെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വയ്ക്കാൻ കാരണം ഞാനിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ പിൻ കുത്തി എടുക്കുകയാണ്.
അപ്പോൾ തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ലൈനിങ് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഓരോന്ന് പിടിച്ച് നമ്മൾ ആ ന്യൂസ് പേപ്പറിലാണ് ഞാനിവിടെ പിന്ന് കുത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും, തെന്നാതെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ പിന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് ഇതുപോലെ നമ്മൾ പിൻ കുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിൽ ആ യോക്കിൽ മാർക്ക് ചെയ്ത അതുപോലെ തന്നെയാണ് നമ്മൾ താഴെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ യോക്കിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നീക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ യോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് അയൺ ചെയ്തെടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാനിതുപോലെ താഴേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഞെറികൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെ പിൻ കുത്തിയെടുത്തതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് അയൺ ചെയ്ത് എടുക്കുക. അപ്പോൾ സാവകാശം നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്താലാണ് നല്ല നീറ്റായിട്ട് അത് കിടക്കുള്ളൂ. ഇനി നമ്മൾ ആ യോക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തത് നമ്മളൊരു ലൈനിങ് ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തു. നമ്മൾ ചുറ്റും ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ ലൈനിങ് ക്ലോത്ത്. ഇനി നമ്മളിത് സൈഡ് വശമൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതേ ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ പിൻ കുത്തി എടുത്തതിന് ശേഷം വേണം നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അപ്പോൾ സൂചി ഇടയ്ക്ക് കുത്തി നിർത്തി നമ്മൾ ഓരോ സൈഡ് വശത്തേക്ക് നമ്മൾ പതുക്കെ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഫുള്ളായിട്ട് നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്കി നമ്മളൊരു 1/2 ഇഞ്ചോളം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെയല്ല കട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഇനി നമ്മളതിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഉള്ളിലേക്ക് തിരിച്ചിടുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഞാനത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ഓരോ ഭാഗവും ഇതുപോലെ നമ്മൾ ഉൾ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ നെക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് സ്കാലപ്പ് നെക്കിൽ കുറച്ചും കൂടി വിഡ്ത്ത് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്കാലപ്പിന് സ്കെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ് ക്ലോത്ത് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മളൊരു 3.25 ഇഞ്ചാണ് നെക്ക് മാർക്ക് ചെയ്തത്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 5 ഇഞ്ച്. നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു യൂനെക്കാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മളിവിടെ ക്യാൻവാസ് വെക്കാത്തതുകൊണ്ടാണ് നമ്മൾ 3.25 ഇഞ്ച് എടുത്തത്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ബാക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആ ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്കി ക്ലോത്ത് ഒരു 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ മെയിൻ ക്ലോത്ത് രണ്ടിൻ്റെയും മെയിൻ ക്ലോത്ത് ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. ലൈനിങ് പീസും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഞാനിവിടെ പ്ലീറ്റ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടം വരെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ത്രെഡ് നീട്ടിയിട്ടിട്ട് വേണം നമ്മളിത് ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ഭാഗം നീട്ടിയിടണം. അപ്പോൾ താഴത്തെ ത്രെഡ് ഇതുപോലെ നമ്മളൊന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഞെറികളായിട്ട് കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള ത്രെഡ് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഫായിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ പഫ് സ്ലീവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഇപ്പം ഞാനിവിടെ ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ യോക്കിൻ്റെ ഭാഗം കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നിയിട്ട് ഞാൻ ആ യോക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും ഇവിടെ ലെങ്ത്ത് കുറയും. ഇനി ഞാനിവിടെ സ്ലീവ് നമ്മൾ നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് സൈഡ് വശത്ത് നമ്മൾ സ്ലീവിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക. ഇനി ഈ സൈഡിലേക്ക് നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് വരെ നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ക്ലോത്ത് മാറ്റിയിട്ടതിന് ശേഷം മെയിൻ ക്ലോത്തിൽ മാത്രം നമ്മൾ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സൈഡിൽ ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കണം. വേസ്റ്റ് ലെങ്ത്ത് വരെ നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി താഴത്തെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. പിന്നെ മെയിൻ ക്ലോത്തിൻ്റെ താഴെയും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ യോക്കിൽ വ്യത്യാസം വരുത്തിയത് കൊണ്ടാണ് താഴത്തെ ഭാഗം കൂടി നിൽക്കുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം താഴത്തെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് സ്കാലപ്പ് നെക്ക് വരുന്നത്. നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. താഴെ പ്ലീറ്റ്സും നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതുപോലെയാണ് പഫ് സ്ലീവ് വരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.